Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ ആൻഡ് ഇറ്റ്സ് ഹാഫ് ലൈഫ് പീരിയഡ്. സോ നമുക്കൊരു റിയാക്ഷൻ നോക്കാം. ഇൻ എ റിയാക്ഷൻ എ ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു വാട്ട് പ്രോഡക്ട്സ്. നമ്മൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് വാട്ട് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ. ഇവിടെ സീറോ ഓർഡർ റിയാക്ഷൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? ഇവിടെ ഓർഡർ സീറോ കാണിച്ചിരിക്കുന്നത്. ഓർ റേറ്റ് കോൺസ്റ്റൻറ്റ് വെച്ച് എങ്ങനെ എഴുതാം? ആർ ഈക്വൽ ടു കെ എ റേസ് ടു സീറോ. നൗ എനിത്തിങ് റേസ് ടു സീറോ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഇവിടെ എ റേസ് ടു സീറോ പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആവും. സോ വി വിൽ ഗെറ്റ് ആർ ഈക്വൽ ടു കെ. സിമിലർലി വി ക്യാൻ റൈറ്റ് in this case, ഈ ഒരു റിയാക്ഷൻ്റെ കേസിൽ റേറ്റ് ക്യാൻ ബി ഓൾസോ റെപ്രസെൻറ്റഡ് ആസ് വാട്ട്? ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് മൈനസ് ഡി എ ബൈ ഡി ടി, വേർ മൈനസ് എല്ലാവർക്കും അറിയാം ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ എന്താണ്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. സോ കമ്പയറിംഗ് ദീസ് ടു ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് ഡി എ ബൈ ഡി ടി ഈക്വൽ ടു വാട്ട്? ഈക്വൽ ടു കെ. നൗ on multiplying both sides with negative sign, we will get dA by dt equal to what? Equal to minus k, or it can be written as dA equal to minus k dt. ഇനി ഈ ഇക്വേഷനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത രണ്ട് സൈഡും on integrating both sides we will get integration of dA equal to, since k is a constant, it will be k dt. ഇനി ഇൻറ്റിഗ്രേഷനും ഡിഫറൻസിയേഷനും ഇവിടെ ക്യാൻസൽ ആവും. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻറ്റിഗ്രേഷൻ ഓഫ് ഡി എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് തന്നെ. സോ വി വിൽ ഗെറ്റ് എ ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി, വെർ വാട്ട് ഈസ് ദിസ് സി? ദ സി റെപ്രസെൻറ്റ്സ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. സോ ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ ഒരു വാല്യൂ കിട്ടണം വെച്ചാൽ വി ക്യാൻ സേ, സോ നമുക്കിപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? വി ഹാവ് ഗോട്ട് എ ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി. സോ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റിഗ്രേഷനൊരു വാല്യൂ സോൾവ് ചെയ്യണം വെച്ചാൽ ലെറ്റ് us ടേക്ക് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനീഷ്യൽ ടൈം ഈക്വൽ ടു എന്താണ്? T0, ആൻഡ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ വിൽ ബി വാട്ട്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു A naught. So on substituting these values in this equation, we will get ഏത് സ്ഥലത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? We can write it as A naught equal to minus k into 0 plus c, or we will be getting A naught equal to c. So our equation A equal to minus kt plus c, let it be our equation 1. ഇതിൽ constant of integration ന്റെ value substitute ചെയ്ത് കഴിഞ്ഞാൽ we will get A equal to minus kt plus, instead of c നമുക്ക് എന്ത് represent ചെയ്യാം? We can write it as A naught. ഇനി ദിസ് ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം എന്താണ്? y ഈക്വൽ ടു mx പ്ലസ് സി. സോ ഓൺ റെപ്രസെൻറ്റിംഗ് ഇറ്റ് ഗ്രാഫിക്കലി നമുക്ക് നോക്കാം. y ആക്സിസിൽ നമ്മുടെ എന്താണ്? ഇറ്റ് വിൽ ബി അവർ കോൺസെൻട്രേഷൻ എ. എക്സ് ആക്സിസ് ഇസ് വാട്ട്? ഇറ്റ് ഈസ് അവർ ടൈം ടി. ആൻഡ് എന്താണ് ഇന്റർസെപ്റ്റ്? ദ വൺ വിച്ച് കട്ട്സ് ദ y ആക്സിസ്. ഏതാണ് നമ്മുടെ ഇന്റർസെപ്റ്റ്? ഇറ്റ് ഈസ് അവർ എ നോട്ട്. ഇന്റർസെപ്റ്റ് ഈസ് എന്താണ്? എ നോട്ട്. ഇനി സ്ലോപ്പ് എന്താണ്? മൈനസ് കെ. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് കെ. ഇറ്റ് ഈസ് അവർ ഫസ്റ്റ് ഗ്രാഫ്. സ്ലോപ്പ് ഈക്വൽ ടു എന്താണ്? മൈനസ് കെ. നൗ ലെറ്റ് us മൂവ് ടു ദ ഇക്വേഷൻ. സോ വി ഹാവ് ഗോട്ട് എ ഈക്വൽ ടു എന്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? മൈനസ് കെ ടി പ്ലസ് എ നോട്ട് അല്ലേ? ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് എ ഈക്വൽ ടു വാട്ട്? എ നോട്ട് മൈനസ് കെ ടി അല്ലേ? ഈ ഇക്വേഷനെ നമുക്ക് ഇതേപോലെ എഴുതാം. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് കെ ടി ഈക്വൽ ടു എ നോട്ട് മൈനസ് എ അല്ലേ? ഈ ഇക്വേഷന് കെ ടി ഇങ്ങോട്ട് കൊടുന്നു. സോ കെ ടി ഈക്വൽ ടു എ നോട്ട് മൈനസ് എ, ഓർ വി ക്യാൻ സേ കെ ഈക്വൽ ടു എ നോട്ട്, ദാറ്റ് ഈസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, മൈനസ് എ ഡിവൈഡഡ് ബൈ ടി. ആൻഡ് ദിസ് ഈസ് അവർ ഇൻറ്റിഗ്രേറ്റഡ് rate equation for what? Integrated rate equation for a zero order reaction. So the integrated rate equation for a zero order reaction is given. ഇനി നമ്മൾ തുടക്കത്തിലേ നോക്കിയിട്ടുണ്ടായിരുന്നു റേറ്റ് എന്തായിരുന്നു? റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു എ നോട്ട് അല്ലേ? സീറോ ഓർഡർ റിയാക്ഷൻ. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? The rate is
independent of the concentration of reactant. We can say that rate is what? It is independent of concentration of the reactant. So how can we represent the graph? Graph എങ്ങനെ represent ചെയ്യാം? Graph can be plotted as ഇത് rate ആണ്, ഇത് നമ്മുടെ concentration ആണ്. Just since rate is independent of the concentration, for a zero order reaction the graphical representation will be like this. So ഇതാണ് നമ്മുടെ second graph. എന്താണ്? Rate എങ്ങനെ represent ചെയ്യുക? Independent of the concentration of the reactant. Now let us move to our next part, that is half-life period for a zero order reaction. ഇപ്പോൾ ഹാഫ് ലൈഫ് പീരിയഡിൻ്റെ ഡെഫിനേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? T becomes what? In the case of a half-life, T becomes T half. And what happens to the concentration? Initial concentration half ആയിരിക്കും നമ്മൾ നോക്കുക അല്ലേ? This is for T half or half-life period. So we know that നമുക്ക് എന്താണ് integrated rate equation കിട്ടിയത്? Integrated rate equation we have got it as K equal to A naught minus A by what? A by T, or we can write it as T equal to A naught minus A by K. So for a half-life period, T changes to what? T can be represented as T equal to T half equal to A naught minus A എന്തായിരിക്കും ഹാഫ് ലൈഫ് പീരിയഡിൻ്റെ കേസിൽ? ഇറ്റ് ഈസ് A naught by 2 by what? By K. It becomes in this way. So T half equal to A naught minus A naught by 2. Or on solving this, we will get what? It will be 2A naught minus A naught by what? 2K. So 2 minus 1, it will be T half equal to A naught by 2K. So what is this? This one is the half-life period for a zero order reaction. For a first order reaction, we had written എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നേ? T half equal to 0.693 by K. അവിടെ പറഞ്ഞൊരു കാര്യമായിരുന്നു എന്താണ്? ഹാഫ് ലൈഫ് പീരിയഡ് ഫോർ എ സീറോ ഓർഡർ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ്. പക്ഷേ ഇവിടെ നോക്കുക, ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? വി ക്യാൻ സേ ദാറ്റ് T half is what? It is directly proportional. എന്തിനോടാണ് directly proportional? To what? To the initial concentration of the reactant. To the initial concentration of the reactant. So for a zero order, the integrated rate equation is given and the half-life period we have found out, and half-life endana? It is directly proportional to the initial concentration of the reactant. So let us do a problem based on this. In the question, endana tannirikkana? The rate constant of a reaction of zero order in A is given. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എന്ത് തന്നിട്ടുണ്ട്? റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.0030 മോൾ L ഇൻവേഴ്സ് S ഇൻവേഴ്സ്. ഇനി അടുത്തത് എന്താണ്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് പറഞ്ഞാൽ എന്താണ്? ടൈം for the initial concentration of A to fall from 0.10 molar to 0.075 molar. അപ്പോൾ എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 0.10 മോളാർ. ടു ഫോൾ ഫ്രം പറയുമ്പോൾ എന്താണ്? ഫൈനലി റിയാക്റ്റൻ്റ് അളവ് കുറയാണ് അല്ലേ? സോ ഇറ്റ് ബിക്കംസ് എത്രയാണ്? 0.075 മോളാർ. സോ A0 തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്, K തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? How long will it take? So we have to find out time. So നമ്മുടെ അടുത്ത് എന്തുണ്ട്? We have found out the integrated rate equation. Integrated rate equation equal to A naught minus A by T. So we have to find out the value for T. So we can write it as T equal to A naught minus A by എന്താണ്? By K. A naught വാല്യൂ തന്നിട്ടുണ്ട്. What is it? 0.10 minus A, 0.075 divided by K യുടെ വാല്യൂ എത്ര? 0.003
ആണ് തന്നിരിക്കുന്നത്, 30 ആണ് തന്നിരിക്കുന്നത്. സോ ഓൺ സോൾവിങ് ദിസ് we will get the value for t equal to, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക, we will get the value for t equal to 0.83 സെക്കൻഡ്. സോ ഇങ്ങനെയാണ് നമുക്ക് ഇതേപോലെ ടി ഹാഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു 0 ഓർഡറിൻ്റെ ടി ഹാഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? ടി ഹാഫിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാട്ട് ഇസ് ദ ടി ഹാഫ് ഇക്വേഷൻ? ടി ഹാഫ് ഈക്വൽ ടു a0/2k. അപ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ 0 ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് ചെയ്ത് എഴുതി പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.